എല്ലാവർക്കും അറിയാം ട്രസ്റ്റാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. പക്ഷേ ചില കപ്പിൾസിൻ്റെ ഇടയിൽ ഒരാവശ്യമില്ലാതെ ട്രസ്റ്റ് ഇഷ്യൂസ് വന്നുകൊണ്ടേയിരിക്കാം, കൺട്രോൾ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ചിലവരിൽ അങ്ങനെയല്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തൊക്കെയൊക്കെ സിറ്റുവേഷൻസ് ഭയങ്കര ബാഡായിട്ട് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാലായിരിക്കാം അവർക്ക് ഈ പറഞ്ഞതുപോലെ സംശയങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ടുഡേ വിൽ ബി ടോക്കിംഗ് അബൌട്ട് വൈ ദിസ് ട്രസ്റ്റ് ഇഷ്യൂസ് ഹാപ്പൻ ആൻഡ് എന്തൊക്കെയാണ് സൈക്കോളജിക്കലി നമുക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂസിൻ്റെ ബിഹൈൻഡിൽ ഇരിക്കണതെന്ന്. മൈസെൽഫ് മനീഷ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം എന്തുകൊണ്ടായിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂസ് സംഭവിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഒന്നും ഓരോ ഓവർനൈറ്റിലും ഉണ്ടാവുന്ന കാര്യമല്ല. ഇത് ആക്ച്വലി ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഫിയറിലിരുന്നോ അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസിലിരുന്നോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിലിരുന്ന് വരുന്നതാണ്. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് തിങ്. അതായത് കോൺസ്റ്റൻ്റ്ലി നെഗ്ലക്റ്റ് ചെയ്യുന്ന പാരൻസിൻ്റെ അടുത്തുനിന്നോ, അല്ലെങ്കിൽ എപ്പോഴും വഴക്ക് പറയണേ ഓറൽസ് എപ്പോഴും കള്ളങ്ങൾ പറഞ്ഞിട്ട് വഴക്ക് കൂടുന്ന പാരൻസിൻ്റെ കൂടെ വളർന്ന കുട്ടിയാണെങ്കിൽ അവനോ അവളോ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാളുടെ പാർട്ട്ണറിനെ വിശ്വസിക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം ആളെപ്പോഴും വിചാരിക്കുന്നത് ഇവൻ കള്ളം പറയുവാണ് എന്നുള്ള രീതിയിലായിരിക്കാം. രണ്ടാമത്തത് പാസ്റ്റ് ബിട്രയൽസ് ഓർ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നതാണ്. അതായത് മുന്നേ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ആൾ ഡിസോണസ്റ്റിയോ അല്ലെങ്കിൽ കള്ളങ്ങൾ പറയുകയോ ട്രസ്റ്റ് ഇഷ്യൂസ് ബ്രേക്ക് ചെയ്യുന്ന പോലെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നടന്നിട്ടുണ്ട് എങ്കിൽ പുതിയ വരുന്ന ഒരു പാർട്ട്ണറിൻ്റെ അടുത്താണെങ്കിലും ഈവൻ ആൾ എത്രയൊക്കെ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പാടായിരിക്കാം. ദെയർ ആർ സം ബിഹേവിയറൽ ചേഞ്ചസ് നമ്മുടെ ട്രസ്റ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്റ്റ് ചെയ്യുന്നത് പോലെ. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ട്രസ്റ്റ് ഒരിക്കലും വേർഡ്സിലിരുന്ന് മാത്രം ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ബിഹേവിയറും ശരിക്കും അതിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഐ മീൻ എന്ത് രീതിയിലാണ് നമ്മൾ ബിഹേവ് ചെയ്യണതെന്ന് പോലെ ഇരിക്കും. ഒന്നാമത്തത് ഇപ്പം ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. നമ്മൾ ശരിക്കും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട്ണർക്ക് ഒബ്വിയസ്ലി സംശയം വരും, അല്ലെങ്കിൽ ട്രസ്റ്റിന് എന്തെങ്കിലും ഒരു ബ്രേക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ട് നിൽക്കുക, എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് കള്ളത്തരം കാണിക്കുന്നത് പോലെ പാർട്ട്ണർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഫോർ ഷുവർ ആൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ബിൽഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് ഇമോഷണൽ അൺഅവൈലബിലിറ്റി ആണ്. പാർട്ട്ണറിനെ ശരിക്കും ഒരു തരത്തിലും മനസ്സിലാക്കാത്തത് പോലെയോ ആളെടുത്ത് കേൾക്കാത്തത് പോലെയോ സമയം സ്പെൻഡ് ചെയ്യാതൊക്കെ ഇരിക്കുന്ന സമയത്തും ആൾക്ക് ഇതേപോലെ ട്രസ്റ്റിന് ഇഷ്യൂസ് വരും. മേ ബി വേറെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിനെ മറികടക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് കാര്യമാണെങ്കിലും മറവെക്കാതെ തന്നെ ഭയങ്കര ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. രണ്ടാമത്തത് വൾണറബിലിറ്റി കാണിക്കുക. അതായത് നമ്മുടെ വീക്ക്നെസ് ശരിക്കും പാർട്ട്ണറിൻ്റെ മുന്നിൽ ഓപ്പണായിട്ട് തന്നെ കാണിച്ചു കഴിഞ്ഞാൽ ഷീൽ ബി ലൈക്ക് ഓക്കെ, ഷീ ഓർ ഹീ വിൽ ബി ലൈക്ക് ഓക്കെ, ആൾ അത്രയും വീക്കാണ്, അല്ലെങ്കിൽ ആളുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഹി റിയലി ട്രസ്റ്റ് മീ എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇത് 1-2 ദിവസം ചെയ്തതിന് ശേഷം അത് മറക്കുന്നതിന് പകരം ഡെയിലി ഈ കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സം ഓഫ് ദ കോമൺ മിസ്റ്റേക്ക് നമ്മൾക്ക് പൊതുവേ ട്രസ്റ്റ് ഇഷ്യൂസ് ഫോം ചെയ്യാനുള്ള രീതിയിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഹൈഡിങ് തിങ്സ് ആണ്. പാർട്ട്ണറിൻ്റെ അടുത്തുനിന്ന് കുഞ്ഞോ അല്ലെങ്കിൽ വലുതോ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഷീ ഓർ ഹീ വിൽ ഫീൽ ആ ഒരു കൈൻഡ് ഓഫ് ബിട്രയലോ അല്ലെങ്കിൽ എന്നെ ഒട്ടും വിശ്വാസം ഇല്ലാത്തതുപോലെയൊക്കെ ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് പോലും ട്രസ്റ്റ് ഇഷ്യൂസ് ഫോം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സീക്രട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് പാർട്ട്ണറുടെ അടുത്തുനിന്ന് ഒന്നും പറയാതെ തന്നെ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഒന്നും ഓപ്പണായിട്ട് കാണിക്കാതെയോ അല്ലെങ്കിൽ പാർട്ട്ണർക്ക് ശരിക്കും ഡിസേർവ് ചെയ്യുന്ന ആ ഇതുപോലും ഒരു കൈൻഡ് ഓഫ് ബൗണ്ടറീസ് പോലും കൊടുക്കാതെ സീക്രട്ട് കീപ്പ് ചെയ്യുന്നത് ശരിക്കും ട്രസ്റ്റ് ഇഷ്യൂസ് ഫോം ആവുന്നുണ്ട്. ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി, അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളത് ചെയ്തു എന്നുള്ള രീതിയിൽ സമ്മതിക്കാതെ പാർട്ട്ണറിനെ കുറ്റപ്പെടുത്തുന്ന സമയത്തും ട്രസ്റ്റ് ഇഷ്യൂസ് ഫോം ആവുന്നുണ്ട്. ഇൻഫൈഡിലിറ്റി ഓർ ബിട്രയൽ, പാർട്ട്ണറിനെ ഫിസിക്കലിയോ ഇമോഷണലിയോ ശരിക്കും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ട്രസ്റ്റ് ഇഷ്യൂസ് ഒബ്വിയസ് ആണ്. സേ ഫോർ എൻ എക്സാമ്പിൾ, നമ്മുടെ ഒരു പാർട്ട്ണറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുവാണ്. അതായത് ഇന്ന് വൈകുന്നേരം നമുക്ക് മോളിൽ പോകാമെന്നോ അല്ലെങ്കിൽ ബീച്ചിൽ പോകാമെന്നോ ഉള്ളൊരു കാര്യം. പക്ഷേ മേ ബി ജോബിൻ്റെ സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തോ ഇഷ്യൂസ് ആയതുകൊണ്ട് തന്നെ പാർട്ട്ണർക്ക് അത് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല. വൈകുന്നേരം ഈ സമയത്തിന് വരാൻ പറ്റിയില്ല, അതേപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ആ സമയത്ത് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ 3 തവണയൊക്കെ എല്ലാവർക്കും ക്ഷമിക്കാൻ പറ്റും, ഈ മറന്നു പോകുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതെപ്പോഴും സംഭവിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും
ഇയാൾക്ക് ശരിക്കും നമ്മളടുത്ത് സ്നേഹമില്ലേ, അല്ലെങ്കിൽ ശരിക്കും ഈ പറഞ്ഞ സ്ത്രീക്ക് നമ്മളടുത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം ഫീൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഫോം ആവാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെയാണ് ശരിക്കും ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ട്രസ്റ്റ് റീബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒന്നാമത്തത്, എക്നോളജ് ദ ഇഷ്യൂ. വാട്ട് എവർ ഹാപ്പൻ ബിറ്റ്വീൻ യു ടു. എന്ത് കാര്യങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എക്നോളജ് ചെയ്യുക, ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട്, ദാറ്റ്സ് ഓക്കെ. സംസാരിക്കുക, ഇരുന്നിട്ട് സമ്മതിച്ചു കൊടുക്കുക, ഓക്കെ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്, പക്ഷെ ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ രണ്ടുപേരും തന്നെ ഡിസ്കസ് ചെയ്യുക. ഭയങ്കര ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അന്ന് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ പറയുക. രണ്ടുപേരും അത് കേൾക്കുക, ജഡ്ജ്മെൻ്റ് ഇല്ലാതെ തന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോളജൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ശരിക്കും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മളെടുത്ത് നിന്ന് അറിഞ്ഞുകൊണ്ട് സംഭവിക്കുക അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും സോറി പറയുക. എന്നിട്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അതായത് സോറി, ഇനി ഞാനിത് റിപ്പീറ്റ് ചെയ്യത്തില്ല, എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് തന്നെയാണ് എന്നുള്ള രീതിയിൽ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആവുക. ശരിക്കും ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പറയണ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എല്ലാ ഡേയും അല്ലെങ്കിൽ ഓരോരോ പ്രാവശ്യവും നിങ്ങൾ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പക്ഷേ ബൗണ്ടറീസ് ഒരിക്കലും സീക്രട്ടോ ഹൈഡിങ്ങോ ആവാൻ പാടില്ല. These all are the things that we can really do to rebuild our trust. നമ്മുടെ വിശ്വാസം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ട്രസ്റ്റ് ഭയങ്കര ഫ്രജൈലാണ്, പക്ഷെ നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇടയിൽ നടന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇന്ന് സംസാരിച്ചതുപോലെയുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷനും കൺസിസ്റ്റൻസിയും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ റീബിൽഡ് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, സിവിയർ ആണ് കണ്ടീഷൻ എന്നാണെങ്കിൽ യു ക്യാൻ സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. കാരണം നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്കൊരു തെറപ്പി വഴി മാറ്റാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. സോ ഫോർ മോർ മെൻ്റൽ ഹെൽത്ത് വീഡിയോസ് ലൈക്ക് ദിസ്, ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. ആൻഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഷെയർ ചെയ്യാം. താങ്ക് യു.